നമുക്കിപ്പം പിയ സുനിൽ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. പിയ സുനിൽ, ഗുഡ് ഈവനിങ് പിയ സുനിൽ. ഇതിപ്പോൾ രാജ്ഭവൻ കടന്ന് സെനറ്റ് ഹാളിലേക്കും തൃശ്ശൂരിലെ മാള NSS കരയോഗത്തിലേക്കും ഒക്കെ ഭാരതാംബ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. RSS എന്ത് വിചാരിച്ചോ, ഗവർണർ എന്ത് വിചാരിച്ചോ, അതിൻ്റെ അനുരണനങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വീണ്ടും പ്രകോപനമുണ്ടാക്കുകയാണോ ഗവർണർ? പിയ സുനിൽ. അരുൺ, തീർച്ചയായും ഒരു വിശാലമായ രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമായി ഗവർണർ നീങ്ങുന്നുവെന്ന് നമുക്ക് വിലയിരുത്തിയാൽ ഒരു തർക്കവും ഉണ്ടാവില്ല, ഒരു സംശയം ഉണ്ടാവില്ല. ഏതായാലും ഈ ഭാരതാംബ എന്നൊരു സങ്കല്പം, ഭൂമി എന്നൊരു ഒരു രാജ്യം എന്നത് നമ്മളൊരു സ്ത്രീയായിട്ടും ഒരു മാതാവായിട്ടും ഒക്കെയാണ് സങ്കല്പിക്കുന്നത്. കാരണം സ്ത്രീ സുരക്ഷ, മാതാക്കളെ അമ്മമാരെ ആദരവോടെ കാണുക എന്നൊക്കെ ഒരു സങ്കല്പത്തിന്റെ ഭാഗമായാണ് നമ്മൾ അങ്ങനെയൊരു വിശേഷണം നൽകുന്നത്. പക്ഷേ ഈ രൂപത്തിലുള്ള ഒരു ഭാരതാംബ ആരുടെ സങ്കല്പമാണ് എന്നതാണ്. കാരണം സ്വാതന്ത്ര്യത്തിന് മുൻപുണ്ടായിരുന്ന ഭാരതാംബയല്ല ഇപ്പോൾ പ്രദർശിപ്പിക്കുന്ന ഭാരതാംബ എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ദൈവസങ്കല്പങ്ങൾക്ക് ചേരുന്ന രൂപവും ഭാവവും ഒക്കെയുള്ള ഭാരതാംബയാണ് ഇപ്പോൾ ഗവർണർ പ്രദർശിപ്പിക്കുന്നത്. സർവാഭരണ വിഭൂഷിതയായ ഒരു ഭാരതാംബ. അപ്പോൾ ഇതാണ് ഭാരതാംബ. ഇത് ഈ ഭാരതാംബയെ നിങ്ങൾ പിന്തുടരണം, അല്ലെങ്കിൽ ആരാധിക്കണം. നിങ്ങൾ പൂക്കളർപ്പിച്ച് ഈ ഭാരതാംബയെ നിങ്ങൾ ആദരിക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ ഗവർണർ ആവശ്യപ്പെടുകയാണ്, നിർബന്ധിക്കുകയാണ്. ഏതായാലും ഗവർണർ അങ്ങനെ ഒരു നിലപാട് അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം നടത്തുന്നു എന്ന കാര്യം ഒരു തർക്കവുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും. നേരത്തെ രാജ്ഭവനകത്താണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായത് എങ്കിൽ ഇപ്പോൾ രാജ്ഭവന് പുറത്തേക്ക് ഗവർണറുടെ ഈ ഒരു ശൈലി മാറിയിരിക്കുകയാണ്, ഈ ഒരു രീതി മാറിയിരിക്കുകയാണ്. ഗവർണറുടെ ഉത്തരവാദിത്വം എന്താണ്? ഗവർണർ എന്നതൊരു സംസ്ഥാനത്തിന്റെ തലവനാണ്. ഒരു സംസ്ഥാനത്തിന്റെ തലവൻ എന്ന് പറയുമ്പോൾ ആ സംസ്ഥാനത്തിലുള്ള എല്ലാ മതവിഭാഗങ്ങളുടെയും, ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെ ജൈനന്മാരുടെ ബുദ്ധ മതക്കാരുടെ ജൂതന്മാരുടെ മതമില്ലാത്തവരുടെ, ഇനി RSS വിശ്വസിക്കുന്ന രാജ്യസ്നേഹത്തിൽ വിശ്വസിക്കാത്ത ആളുകളുടെ, അങ്ങനെ എല്ലാവരുടെയും ഉള്ള ഒരു സംസ്ഥാനത്തിന്റെ തലവനാണ് ഗവർണർ. അപ്പോൾ ആ ഗവർണർ ഒരിക്കലും ഇതാണ് നിങ്ങളുടെ ഒരു ചിഹ്നം, ഇതിനെ നിങ്ങൾ ആരാധിക്കണം എന്ന് പറയാൻ പാടില്ല. ഗവർണർ ഒരു രാജാവല്ല, ഇതൊരു രാജഭരണ കാലമല്ല. 1947 സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യമാണ്. പിന്നീട് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ഒരു രാജ്യമാണ്. സ്വതന്ത്ര റിപ്പബ്ലിക്കാണ്, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായ ഒരു രാജ്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത് ആചരിക്കണം, നിങ്ങൾ ഇതിന് പിറകെ വരണം, നിങ്ങൾ ഈ ഒരു ഭാരതാംബ സങ്കല്പവുമായി മുന്നോട്ട് പോകണം എന്നൊക്കെ ഗവർണർ നിർബന്ധിക്കുന്നത് തീർച്ചയായും ഗവർണറുടെ ഉത്തരവാദിത്വം എന്താണോ അത് നിർവഹിക്കാതെ ഗവർണർ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ ഒരു മടിയുമില്ല. ഏതായാലും നേരത്തെ നമുക്കറിയാം, സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ടുകളിലായാലും പൂഞ്ചി കമ്മീഷൻ റിപ്പോർട്ടിലായാലും ഒക്കെ തന്നെ ഒരു ഗവർണർ എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല എന്നത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വിരുദ്ധമായാണ് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പ്രവർത്തിക്കുന്നത് എന്നത് ഒരു വലിയ രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ്. നമുക്ക് നേരത്തെ അറിയാം, പശ്ചിമ ബംഗാളിൽ ഗവർണർ എങ്ങനെയാണ് മമതാ ബാനർജിയെ നേരിട്ടത്. അവിടുത്തെ ഒരു രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. സർക്കാർ എന്ത് നടപടി എടുത്താലും അതിനെ എതിർക്കുക. പിന്നീട് ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലൊക്കെ തന്നെ നമുക്കറിയാം. ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ബീഹാറിലാണ്, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ എവിടെയൊക്കെയാണ് ഒരു രാഷ്ട്രീയ നീക്കം നടത്തേണ്ടത്, ആ രാഷ്ട്രീയ നീക്കം നടത്തേണ്ട അതത് സംസ്ഥാനങ്ങളിൽ, പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ അത്തരത്തിൽ രാഷ്ട്രീയ നീക്കം നടത്താൻ ശേഷിയുള്ള അവരെ ഗവർണർമാരായി കൊണ്ടുവരിക എന്നത് BJPയുടെ കഴിഞ്ഞ 11 വർഷത്തിനിടയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. അതിന്റെ ഭാഗമായാണ് തമിഴ്നാട്ടിലെ ഗവർണർ വരുന്നത്, ബീഹാറിലെ ഗവർണർ വരുന്നത്, അതിന്റെ ഭാഗമായാണ് പശ്ചിമ ബംഗാളിലെ ഗവർണർ വരുന്നത്, മറ്റ് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ വരുന്നത്. കേരളത്തിലും അത് തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ വളരെ കൃത്യമായി BJPയുടെ ഒരു വലിയ ഒരു രാഷ്ട്രീയ ലക്ഷ്യം, കുറെ കാലമായി BJP ശ്രമിച്ചിട്ടും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനത്ത് ഗവർണറിലൂടെ ആ ഒരു രാഷ്ട്രീയ ലക്ഷ്യം BJP മുന്നോട്ട് വെക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. ഗവർണർ അങ്ങനെ പ്രവർത്തിക്കാനേ പാടില്ല. പൂഞ്ചി കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായി നിൽക്കുന്നവരെ ഗവർണർമാരായി നിയമിക്കാൻ പാടില്ല എന്നതാണ്. അവർ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സജീവമായി നിൽക്കുന്നുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തിന് പുറത്ത് അവരെ നിയമിക്കാം, പക്ഷേ അവർ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമാകാൻ പാടില്ല. പക്ഷേ ഗവർണർ ഇപ്പോൾ നൽകുന്നത് കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശമാണ്. അത് RSSന്റെ സന്ദേശമാണ്, അത് ഹിന്ദുത്വ ഐഡിയോളജിയുടെ സന്ദേശമാണ്. ആ ഐഡിയോളജി ഗവർണറുടെ ഒരു സ്വകാര്യ മുറിയിലല്ല, പൊതുപരിപാടിയിൽ അത് അവതരിപ്പിക്കുകയാണ്, ആ സന്ദേശം നൽകാൻ ശ്രമിക്കുകയാണ്. അത് അങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധിക്കുകയാണ്, ഒരു പൊതുസമൂഹത്തോട് നിർബന്ധിക്കുകയാണ്. ഒരു പൊതുസമൂഹം എന്നത് എല്ലാ മതവിശ്വാസങ്ങളുമുള്ള, മതവിശ്വാസങ്ങളില്ലാത്ത,
വിവിധ രാഷ്ട്രീയ വിശ്വാസങ്ങളുള്ള ഒരു വ്യത്യസ്ത സമൂഹങ്ങളുള്ള ഒരു സമൂഹത്തിൽ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ചിഹ്നത്തെ മുൻനിർത്തി ഇത് നിങ്ങൾ പിന്തുടരണം, ഇതാണ് ഭാരതാംബ, ഇതാണ് രാജ്യസങ്കല്പം, ഇതാണ് രാജ്യസ്നേഹം എന്ന് ഗവർണർ പറയുന്നത് തീർച്ചയായും ഒരു ഗവർണറെ സംബന്ധിച്ച് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഇതൊരു ഭരണഘടനാ ലംഘനമായി വേണമെങ്കിൽ നമുക്ക് പറയാം. തീർച്ചയായും ആ അർത്ഥത്തിൽ ഗവർണർ സൃഷ്ടിക്കുന്നത് ഒരു പ്രകോപനം തന്നെയാണ് എന്ന് പറയുന്നതിൽ യാതൊരു മടിയുമില്ല. Meet the editors.